ഞാനതിനെ കുറിച്ചൊന്നും കമന്റ് പറയുന്നില്ല. അതെന്താ പാർട്ടിയുടെ മുന്നണിയുടെ ഒരു ഭാഗമല്ലേ സ്വാഭാവികമായി കൺവീനേഴ്സിന് മാറുമ്പോൾ അതും ബി.ജെ.പി ബന്ധം ആരോപിച്ചാണ് അദ്ദേഹത്തിനെ മാറ്റുന്നത്. അങ്ങനെ ബന്ധം ആലോചിച്ച് മാറ്റുന്നതല്ലല്ലോ. അതൊക്കെ കാലാകാലങ്ങളിൽ LDF ആലോചിച്ചിട്ട് നേതൃനിരയിലേക്ക് ആരെയാണോ നിശ്ചയിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു ആരോപണത്തിന്റെയോ ആക്ഷേപത്തിന്റെയോ പേരിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഞാൻ കാണുന്നു. മാറ്റത്തിന് മറ്റു കാരണങ്ങളൊന്നുമില്ല, മറ്റൊരാളെ കൊണ്ടുവരുന്നതിന് ഇ.പി.യെ മാറ്റി. അതെ, സ്വാഭാവികമായിട്ടും ഓരോ ഘട്ടങ്ങളിൽ അതത് കക്ഷികൾ അതത് മുന്നണി ചർച്ച ചെയ്തിട്ടാണ് ലീഡർഷിപ്പിനെ തീരുമാനിക്കുന്നത്. അങ്ങനെ അല്ലാതെ വേറൊരു രീതി ഞാൻ കാണുന്നില്ല. അതിന് മുന്നണിയെ നയിക്കാൻ ടി.പി. ജയരാജൻ എന്ന വ്യക്തി പോരാ എന്ന് പാർട്ടിക്ക് തോന്നി. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. അത് LDF പങ്കെടുക്കുന്ന നേതാക്കന്മാർക്ക് മാത്രമേ ആ ചർച്ചയുടെയും വിഷയങ്ങളുടെയും വികാരം അറിയാൻ കഴിയൂ. ഞാൻ അതിൽ പങ്കെടുത്ത ആളല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാം. അത് പരിശോധിച്ചിട്ട് അതിന് ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയും. ഞാനത് അതെ MLA പറഞ്ഞുകൊണ്ടാണ് ഗൗരവമായി അത് ആ വിഷയം വസ്തുതകൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് വെറും ഒരു വിഷയം പുറത്ത് വന്നതുകൊണ്ട് മാത്രം അതിൻ്റെ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ലല്ലോ. അതെന്താണെന്ന് ആലോചിച്ചിട്ട് പറയാൻ കഴിയും. സ്വാഭാവികമാണല്ലോ അതൊക്കെ. മിനിസ്റ്റർ, ഇപ്പോൾ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുത്തി പോലീസുകാർക്ക് വേണ്ടി പ്രത്യേക ഓണച്ചന്തകൾ തുറക്കും പറഞ്ഞത് എങ്ങനെയാണ്? പ്രത്യേക ഓണച്ചന്തയല്ല, അവർ പറഞ്ഞത് തിരക്കേറിയ ജോലിയിൽ നിൽക്കുന്ന സമയത്ത് അവർ ക്യൂവിൽ വീണ്ടും നിന്ന് വാങ്ങുന്നതിന് കുറച്ച് സമയം നഷ്ടപ്പെടും. അത് ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ് അവർ വച്ചത്. അത് ന്യായമായ ഒരു നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ തിരക്ക് വരുന്ന കൗണ്ടറുകളിൽ പ്രത്യേകമായിട്ട് പോലീസ് അതുപോലെ തിരക്കേറിയ ആളുകൾ വന്നാൽ വാങ്ങാൻ കഴിയണം. ഇപ്പം നമ്മൾ മുതിർന്ന പൗരന്മാർക്ക് അവസരം കൊടുക്കുമല്ലോ, അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്കും ഒരു അവസരം പ്രത്യേകമായി കൊടുക്കുക എന്നതാണ് ഉദ്ദേശം. മുകേഷ് MLAയുടെ രാജിയെ സംബന്ധിച്ച് CPI പരസ്യമായിട്ട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ? ഇല്ല, ബിനോയ് വിശ്വം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം അത് LDFന്റെ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചതായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞതാണ്. ആനിരാജ പറയേണ്ടതാണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയല്ലോ. കേരളത്തിലെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് സംസ്ഥാന ദേശീയ തല നിലപാടില്ല, ദേശീയ തല നിലപാട് പറയേണ്ട ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാനതല നിലപാട് പറയേണ്ട സംസ്ഥാന സെക്രട്ടറിയാണ്. അതിനപ്പുറത്ത് പറയുന്നത് അവരുടെ അഭിപ്രായമാകല്ലാതെ നിലപാടായി മാറാറില്ല. അതിനൊരു തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPIയുടെ നിലപാട് LDF ലീഡർഷിപ്പിന്റെ ശ്രദ്ധയിൽ പറയുകയല്ലാതെ പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ല. പരസ്യമായി പാർട്ടി സെക്രട്ടറി പറയുമ്പോഴാണ് ആ നിലപാട് എന്താണെന്ന് നിങ്ങൾക്കും എനിക്കും. ആ വിഷയത്തെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും നിലപാടെന്ന് പറഞ്ഞ് പരസ്യമായി പറയാനുള്ളത്. വ്യക്തിയുടെ നിലപാട് ഇപ്പൊ നമുക്ക് പരസ്യമായിട്ട് പറയാവുന്ന വിഷയമല്ലല്ലോ. ഇല്ലല്ല, ഇപ്പൊ നമുക്ക് പരസ്യം ആ വിഷയത്തെ സംബന്ധിച്ച് കുറച്ചുകൂടെ ശാന്തമായി നിൽക്ക്. നമുക്ക് പരസ്യ പ്രതികരണം ഇപ്പൊ നടത്തേണ്ട സമയമായിട്ടില്ല. ആ സമയത്ത് പരസ്യ പ്രതികരണം